ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. നാക്കുളിക്ക്. അപ്പോൾ അതിനായിട്ട് മാമ്പഴം, പിന്നെ നാളികേരം, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ജീരകം, ശർക്കര, പിന്നെ നാളികേരം പാൽ. ഇനി നമുക്ക് നാളികേരം എടുത്ത് വെച്ചതുണ്ടല്ലോ, അത് അരച്ചതാണ്. അത് അല്ല, നാളികേരം പാൽ പിഴിയാനായിട്ട് അരച്ചപ്പോൾ അതിന് കുറച്ച് അമ്മ മാറ്റി വെച്ചതാട്ടോ. അതിലേക്ക് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് രണ്ടാം പാൽ ഒക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ മാമ്പഴം വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ഒരു മൺചട്ടി ഉണ്ടെങ്കിൽ അത്രയും അടിപൊളി. മൺചട്ടിയിൽ നമുക്ക് മാമ്പഴം വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ രണ്ടാം പാൽ, നാളികേരം പാലിൻ്റെ ആ രണ്ടാം പാലും ചേർത്ത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അരച്ച് വെച്ച നാളികേരവും ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അതും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അത് ചേർത്ത് നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് ഇതേപോലെ നന്നായിട്ട് തിളച്ച് അതിൽ നന്നായി പിടിച്ച് വരണം കേട്ടോ. അത് നന്നായിട്ട് പിടിച്ച് വന്നു എന്ന് കാണുമ്പോൾ നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് അമ്മ ഇവിടെ മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചിട്ടാട്ടാ ചേർത്ത് കൊടുത്തേ, അല്ലെങ്കിൽ അങ്ങനെ കട്ട പോലെയുള്ളതൊക്കെ ഇല്ലാതെയാവാനായിട്ട്. അതും ചേർത്ത് നന്നായിട്ട് പതഞ്ഞ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നാളികേരം പാൽ ചേർത്ത് കൊടുക്കാം. ഈ നാളികേരം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് താളിക്കാനായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാട്ടാ. അതിലേക്ക് കടുക്, ഉലുവ, പിന്നെ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്തിട്ട് കറിവേപ്പിലയും കായപ്പൊടിയും ചേർത്ത് നമുക്ക് താളിച്ചെടുക്കാം. ഇതിലൊരു മിസ്റ്റേക്ക് ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.